ചെറിയൊരു കവിത അതെനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നുണ്ട്. എന്നാലും എൻ്റെ കവിതയുടെ പേര് പിതാവിൻ്റെ രോദനം. മക്കൾക്കു വേണ്ടി ഞാൻ കാശു നേടി, അവർ അതുകൊണ്ട് ഇംഗ്ലീഷു നേടി. ഇന്നവർ എൻ്റെ നേർപ്പൊക്കുന്ന കാലിന് സ്വപ്നത്തിൽ പോലും എനിക്കു പേടി. ഊണുമുറക്കമില്ലാതെ ഞാൻ നേടിയതൊക്കെ അവർക്കു വിധിച്ചു നൽകി. മക്കൾക്കു ഞാൻ ഭാരമാവാതിരിക്കുവാൻ വീടൊന്നു മാത്രം ഞാൻ ബാക്കിയാക്കി. ഇവിടെയും യോഗം നടക്കുന്നു, ചർച്ചകൾ പലതും നടന്നിടുന്നു. ചർച്ചയിൽ നല്ല പരസ്യം പറയുന്നു, മക്കൾ മരുമക്കൾ വാശിയോടെ. കൊച്ചിയിലുണ്ട് വൃദ്ധാസദനം, ഇപ്പോ കോഴിക്കോട്ടുണ്ട് സേവാസദനം. കാര്യമെനിക്കു മനസ്സിലായി, എൻ്റെ വീടിന്നും ഇന്നവർ നോട്ടമിട്ടു. ജീവന്റെ ജീവനാം എൻ്റെ മക്കൾ, എന്നെ എങ്ങോ കളയാൻ വെമ്പുന്ന മക്കൾ. തളർച്ചയോടെ ഒന്നു ചാരിക്കിടക്കവേ ചാരു കസേരയ്ക്ക് മുറുമുറുപ്പ്. അറിയാതെ ഓർത്തു ഞാൻ പുറകിലുപേക്ഷിച്ച യൗവന ജീവിത കാലത്തെയും. അവളൊത്തു കഴിയേണ്ട യൗവന ജീവിതം മരുഭൂമിയിൽ ഞാനും നഷ്ടമാക്കി. പരിഭവ ദുഃഖ പരിവേദനങ്ങളും പലതും പറഞ്ഞു കരഞ്ഞവളും. ഇതൊക്കെയും നമ്മുടെ മക്കൾക്കു വേണ്ടിയാണെന്നാശ്വസിപ്പിച്ചു പറഞ്ഞു ഞാനും. എന്നെ സ്നേഹിച്ചവൾ, എല്ലാം സഹിച്ചവൾ, എന്നെ തനിച്ചാക്കി യാത്രയായി. സ്വർഗത്തിൽ നിന്നെന്നെ അവളു വിളിക്കുന്നു, മക്കളിൽ ഇവിടെ ഇങ്ങോട്ടു പോരൂ. മരണമാസന്നമായി ഉപദേശമെന്നെനിക്കുണ്ടെൻ്റെ മക്കൾക്കു നൽകിടുവാൻ. ആയുസ്സും ജീവിതവും നഷ്ടമാക്കിയിട്ടാരും സമ്പാദിക്കല്ലേ മക്കൾക്കു വേണ്ടി. അവരെ പടച്ചവൻ ഈശ്വരനാണെങ്കിൽ അവർക്കുള്ളതെങ്ങനെ വന്നു ചേരും. മക്കളെ നോക്കേണ്ടതിനർത്ഥമില്ലാതിനായി കളയേണ്ട ജീവിതം എന്നു സാരം. മാതാപിതാക്കൾക്കു നന്മ ചെയ്യാത്തോർക്കില്ല സ്വർഗം എന്നു വേദവാക്യം. മാതാപിതാക്കൾക്കു നന്മ ചെയ്യാത്തോർക്കില്ല സ്വർഗം